ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് തേർഡ് പാർട്ടിയാണ് പറയണത് പലപ്പോഴും. ഇരുന്നുള്ളൂ. അതായത് ഈ ഒരു സംഭവം നടക്കുകയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ വേറൊരു ഉദാഹരണം എടുക്കാം. ഈ ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള അന്തരത്തെ പറ്റിയിട്ടും ഇല്ലാത്തവരുടെ ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ടും ലോകം ചിന്തിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായെങ്കിലും ഇതുവരെ ഇല്ലാത്തവരെ പറ്റി ചിന്തിക്കുന്നവരുടെ ചിന്തയും പ്രവൃത്തിയും കാരണം ഇല്ലാത്തവർ ഇല്ലാതായിട്ടില്ല എന്നുള്ളത് കൊണ്ട് ആ ചിന്ത കൊണ്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല എന്ന് നമുക്ക് തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മൾ അതിനെ വേറൊരു ആംഗിളിൽ നിന്ന് ഡീൽ ചെയ്യാൻ പോണത്, ഒരു സിംഹം വിശന്നിട്ട് മാനിനെ പിടിക്കുകയാണ്. സിംഹം ക്രൂരമായിട്ടാണോ മാനിനെ പിടിക്കുന്നത്, അല്ലാതെയാണോ? സിംഹത്തിന്റെ ഈ ആക്ട് ഓഫ് ക്യാച്ചിങ് എ ഡിയർ അത് ക്രൂരമാണോ അല്ലയോ? എന്താ അങ്ങയുടെ അഭിപ്രായം? ക്രൂരമാണ്. ആരാണത് പറഞ്ഞത്? സിംഹമാണോ പറയുന്നത്? കണ്ടു നിൽക്കുന്നത് നമ്മളാണോ പറയണത്? നമ്മൾ കണ്ടു നിൽക്കുന്നത് നമ്മളാ പറയണത്. സിംഹം വിശന്നിട്ടാണ് മാനിനെ പിടിക്കുന്നത്. വിശക്കുന്ന ഏതൊരു ജീവനും ആഹാരത്തെ കണ്ടാൽ ക്രൂരതയാണോ തോന്നുക, സന്തോഷമാണോ തോന്നുക? അപ്പം സിംഹം മാനിനെ പിടിക്കുന്നത് ക്രൂരായിട്ടാണോ സന്തോഷമായിട്ടാണോ? സന്തോഷമായിട്ടാണ്. ക്രൂരമായിട്ടാണെന്ന് പറയുന്നത് ആരാ? തേർഡ് പാർട്ടിയാണ്. അതേപോലെ ഈ ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള അന്തരത്തെ പറ്റിയിട്ടൊക്കെ പുറത്തു നിൽക്കുന്നവരാണ് ഈ പറയണത്. ഒരു സിമ്പിൾ വേറൊരു ഉദാഹരണം കൂടി ഞാൻ പറയാം. ഉള്ളവരുടെയും ഇല്ലാത്തവരുടെയും അന്തരത്തെ പറ്റി പറഞ്ഞ് പ്രശ്നങ്ങളുണ്ടാക്കി ആ പ്രശ്നങ്ങളിൽ സർവൈവ് ചെയ്യുന്നവരുടെ ഒരു ഉദാഹരണം. ഞാനൊരു അമ്മയുടെ വീട്ടിലേക്ക് നിങ്ങളെ മനസ്സുകൊണ്ട് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ആ അമ്മയ്ക്ക് 3 മക്കള്. അമ്മ എന്നും രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കും. 12 ഇഡ്ഡലിയാണ് അമ്മ ഉണ്ടാക്കുക. 3 മക്കളിൽ മൂത്ത മകന് 3 ഇഡ്ഡലി കൊടുക്കും, രണ്ടാമത്തെ മകന് 4 ഇഡ്ഡലി കൊടുക്കും, മൂന്നാമത്തെ മകന് 5 ഇഡ്ഡലി കൊടുക്കും. 5ഉം 4ഉം 3ഉം 12 അല്ലേ? അമ്മയുടെ ഇഡ്ഡലി തീർന്നു. ഇങ്ങനെ എല്ലാ ദിവസവും 3ഉം 4ഉം 5ഉം ഇഡ്ഡലി അമ്മ 1ഉം 2ഉം 3ഉം മക്കൾക്ക് കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ കയറി ചെന്നു. ഞാൻ ഈ ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള സമത്വം ഉണ്ടാക്കുന്ന ആളാണ്. എനിക്ക് ഡിസ്പാരിറ്റി തീരെ ഇഷ്ടമല്ല. എല്ലാവരും ഈക്വൽ ആയിരിക്കണം, എല്ലാവർക്കും എല്ലാം ഉണ്ടാവണം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളാ. ചിന്ത തെറ്റൊന്നുമില്ല. ഞാൻ ആ വീട്ടിൽ ചെന്ന് ഇങ്ങനെ 2-3 ദിവസം ഇരുന്നപ്പം അമ്മ എന്തൊരു പാർഷ്യാലിറ്റിയാ കാണിക്കുന്നത് അല്ലേ? ഒരേ അടുക്കളയിൽ നിന്നാണ് ഈ 12 ഇഡലി ഉണ്ടാക്കുന്നത്, ഒരേ മാവ് കൊണ്ടാണ് ഈ 12 ഇഡലി ഉണ്ടാക്കുന്നത്, ഒരേ വയറ്റിൽ നിന്ന് വന്ന 3 മക്കളും ഒരേ ഡൈനിങ് ടേബിളിൽ ഇരുന്നാ കഴിക്കുന്നത് അല്ലേ? അപ്പൊ എനിക്കിങ്ങനെ തോന്നുകയാണ്, ഈ അമ്മ എന്തൊരു അക്രമമായി കാണിക്കുന്നേ. 3 മക്കൾക്കും തുല്യമായി വീതിച്ചു കൊടുക്കേണ്ട ഇഡലി അമ്മ ആദ്യത്തവന് 3ഉം രണ്ടാമത്തവന് 4ഉം മൂന്നാമത്തവന് 5 കൊടുക്കുന്നു. മൂന്നാമത്തവനോട് ഈ അമ്മയ്ക്ക് എന്തോ പക്ഷപാതമുണ്ട്. ഇത് അന്യായമാണ്, സമത്വമല്ല, അനീതിയാണ്. ശരിയല്ലേ? ശരിയാണല്ലോ. ഞാൻ അവരെ അങ്ങോട്ട് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ തുടങ്ങി സമത്വത്തിന്റെ മഹത്വം. അവരങ്ങനെ എന്റെ സമത്വവാദമൊക്കെ കേട്ടപ്പോ അങ്ങനെ പിരികേറാൻ തുടങ്ങി. ശരിയാണല്ലോ, എന്താ ചെയ്യേണ്ടത്? നമ്മള് മുഷ്ടി ചുരുട്ടി വായുവിനെ മർദ്ദിച്ചോളാൻ പറഞ്ഞു. മുഷ്ടി ഇങ്ങനെ ചുരുട്ടി വായുവിനെ മർദ്ദിച്ചാൽ പല സാധനവും കിട്ടും അത്രേ. അതൊരു പുതിയ ടെക്നിക്കാ. കൈ ഇങ്ങനെ ചുരുട്ടിയിട്ട് വായുവിനെ ഇങ്ങനെ മർദ്ദിക്കണം. എന്നിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് ചോദിച്ചോണം, അതിങ്ങനെ വീഴും. അതൊരു ടെക്നിക്കാ. അങ്ങനെ വായുവിനെ മർദ്ദിക്കാൻ മുഷ്ടി ചുരുട്ടി വായുവിനെ ഇങ്ങനെ മർദ്ദിച്ചോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് കേട്ട് അവർ 3 പേരും വായുവിനെ മർദ്ദിക്കാൻ തുടങ്ങി. അമ്മയുടെ അടുക്കള രോക്കോ ചെയ്യാൻ തുടങ്ങി. ഹർത്താൽ തുടങ്ങി വീട്ടില്. ഞാൻ സന്ധി സംഭാഷണം വിളിച്ചു. ഒരു ഭാഗത്ത് 3 മക്കള്, അമ്മ, നടുക്ക് ഞാൻ. സ്ഥിതി സമത്വം, മെറ്റീരിയൽ ഇക്വാളിറ്റിയെ കുറിച്ചൊക്കെ ഞാൻ പ്രസംഗിച്ചു. അമ്മയോട് പറഞ്ഞു, നാളെ മുതൽ അടുക്കള തുറന്ന് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അമ്മ എല്ലാ മക്കൾക്കും ഒരേപോലെ ഇഡലി വിളമ്പണം. അമ്മ ഒന്ന് ആലോചിച്ച് നോക്കിയപ്പം ഒരേപോലെ ഇഡലി വിളമ്പണമെങ്കിൽ 4 × 3 12 ഇഡലി ഉണ്ടാക്കിയാൽ മതി. ഇതിന് മുമ്പും അമ്മ എത്ര ഇഡലി ഉണ്ടാക്കിയേ? 12 ഇഡലി. അമ്മ ആലോചിച്ച് നോക്കിയപ്പോൾ ഒറ്റ ഇഡലി പോലും കൂടുതലും ഉണ്ടാക്കണ്ട, ഒറ്റ ഇഡലി പോലും കുറവും ഉണ്ടാക്കണ്ട. പിന്നെ അമ്മയ്ക്ക് എന്താ പ്രശ്നം? അമ്മ പറഞ്ഞു, ഒന്ന് അങ്ങനെ ആവട്ടെ. അങ്ങനെയാണ് ഈ പല സംഭാഷണവും രഞ്ജിപ്പിലെത്തുന്നത്. അമ്മ സമ്മതിച്ചു. പിറ്റേ ദിവസം അമ്മ 12 ഇഡലി ഉണ്ടാക്കി. അമ്മയ്ക്ക് ഒരേ പണിയാണേ, ഒട്ടും അമ്മയ്ക്ക് പണി കൂടിയിട്ടില്ല. അമ്മ മൂത്ത മകന് 4 ഇഡലി, രണ്ടാമത്തെ മകന് 4 ഇഡലി, മൂന്നാമത്തെ മകന് 4 ഇഡലി. ഇക്വാളിറ്റി വന്നില്ലേ? സമമായില്ലേ? നീതി സ്ഥാപിക്കപ്പെട്ടില്ലേ? എനിക്ക് സന്തോഷമായി. ഞാൻ അടുത്ത വീട്ടിൽ
ഇതേപോലെ മുഷ്ടി ചുരുത്തി വായുവിനെ മർദ്ദിപ്പിക്കാൻ പ്രേരിപ്പിക്കാൻ പോയി. കാരണം അവിടെ അസമത്വം. അങ്ങനെ പല വീടുകളിലും സമത്വത്തെ ഉണ്ടാക്കി ഞാൻ തിരിച്ച് ആദ്യത്തെ വീട്ടിലെത്തി. അപ്പോഴും അവിടെ 4 ഇഡ്ഡലിയാണ് വിളമ്പുന്നത്. ഞാൻ മൂത്ത മകനോട് ചോദിച്ചു, എങ്ങനെയുണ്ട് സാർ വിശപ്പൊക്കെ? അപ്പൊ മൂത്ത മകൻ പറയുകയാണേ, വല്ലാത്തൊരു വിമ്മിഷ്ടാണ് വയറ്റിൽ. അതെന്താ? 3 ഇഡ്ഡലി മതി എനിക്ക് ശരിക്കും. ഈ 4ാമത്തെ ഇഡ്ഡലിയും കൂടെ കുത്തിക്കയറ്റുമ്പോൾ ഉണ്ടാവുന്ന ഒരു അസ്വസ്ഥതയുണ്ടല്ലോ, അത് ഭയങ്കര. എന്നും വേണം താനും ഈ കുട്ടിക്കയറ്റല്. 2ാമത്തെ മകനോട് ചോദിച്ചു, എങ്ങനെയുണ്ട് സാർ വയറൊക്കെ? പെർഫെക്റ്റ്. മൂപ്പർക്ക് പണ്ട് 4 ഇപ്പോഴും 4 പെർഫെക്റ്റ് ആണ്. എന്തൊരു സുഖാന്നറിയോ. 3ാമത്തവനോട് ചോദിച്ചു, അവൻ പറയാ, എനിക്കങ്ങോട്ട് വിശപ്പ് തീരുന്നേയില്ല. 5 ഇഡ്ഡലി അവന് വേണ്ടത്, അവനൊരു ഇഡ്ഡലി കുറച്ചാ കിട്ടുന്നത്. 3ൽ 2 പേർക്ക് അസ്വസ്ഥത ഉണ്ടാക്കി ഇല്ലേ? ആദ്യത്തെ ആൾക്ക് വയറിന് കൂടുതൽ കഴിച്ചത് കൊണ്ട് അസ്വസ്ഥത, 3ാമത്തെ ആൾക്ക് വയറിന് കുറച്ച് കഴിച്ചത് കൊണ്ട് അസ്വസ്ഥത. 3ൽ 2 പേർക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന സമത്വമാണോ വേണ്ടത്? അതോ അമ്മ ഓരോ മക്കൾക്കും ഇഡലി വിളമ്പുമ്പം മൂത്ത മകനോട് 3 ഇഡലി കൊടുത്ത് കഴിച്ചു കഴിയുമ്പോൾ ചോദിക്കുമായിരുന്നു, നിനക്ക് വിശപ്പ് മാറിയോ എന്ന്. 3 ഇഡലി കഴിച്ച മകൻ പറഞ്ഞു, മാറിയമ്മേ മതി. 4 ഇഡലി കഴിച്ച മകൻ പറഞ്ഞു, മാറിയമ്മേ വിശപ്പ് മതി. 5 ഇഡലി കഴിച്ച മകനും പറഞ്ഞു, മാറിയമ്മേ വിശപ്പ് മതി. വിശപ്പിന്റെ ദൃഷ്ടിയിലുള്ള ഇക്വാളിറ്റി ആയിരുന്നു അമ്മ നോക്കിയിരുന്നത്. ഹാവ്സും ഹാവ് നോട്ട്സിനെ പറ്റിയും ചിന്തിക്കുന്നവർ നോക്കുന്നത് ഇഡ്ഡലിയുടെ തലത്തിൽ നിന്നുള്ള വിശപ്പാണ്, സമത്വമാണ്. ഇഡ്ഡലിയുടെ തലത്തിൽ സമത്വം നടത്തിയാൽ ലോകം സംഘർഷഭരിതമാകും. അതാണിപ്പോ നാട്ടിൽ കാണുന്നത്. അതുകൊണ്ട് ഉള്ളവരെയും ഇല്ലാത്തവരെയും ഈശ്വരൻ സൃഷ്ടിച്ചു. പുണ്യപാപങ്ങൾ സമമാണ്. നമ്മളുടെ ധാരണയാണ് ഇല്ലാത്തവൻ അസന്തുഷ്ടനും ഉള്ളവൻ സന്തുഷ്ടനുമാണ് എന്നുള്ളത് ഒരു മിഥ്യാധാരണയാണ്. ഉള്ളവനും ഇല്ലാത്തവനും ഒരേപോലെ അസന്തുഷ്ടന. ഇക്വാളിറ്റി അവിടെ ഉണ്ട്. ഉള്ളവരാരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ ഞാൻ വളരെ ഹാപ്പിയാന്ന്? പറഞ്ഞു കേൾക്കില്ല. ഉള്ളവരെ കണ്ടാലേ അറിയുള്ളൂ അവന്റെ ബുദ്ധിമുട്ട്, ഇല്ലാത്തവരെ കണ്ടാലേ അറിയുള്ളൂ അവന്റെ ബുദ്ധിമുട്ട്. 2 കൂട്ടരും ഈക്വലാണ്. ഒരു സുഖവും അവരുടെ ജീവിതത്തിലില്ല. എന്താ കാര്യം? നമ്മൾ നേരത്തെ പറഞ്ഞത്, ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റുന്നില്ല. ലോകത്ത് സമാധാനപരമായി ജീവിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കിഷ്ടമുള്ളത് ചെയ്യുന്നവരായിരിക്കും. സന്തോഷത്തോടുകൂടി ഈ ലോകത്ത് ആരെങ്കിലും ജീവിക്കുന്നുണ്ടെങ്കിൽ അവർക്കിഷ്ടമുള്ളത് ചെയ്തുകൊണ്ടായിരിക്കും ജീവിക്കുന്നത്. നിങ്ങൾക്ക് നോക്കാം, ഞാൻ ഈ പറഞ്ഞത് ശരിയല്ലെങ്കിൽ എന്നോട് പറയാം. അപ്പം ഹാവ്സും ഹാവ് നോട്ട്സിനെ പറ്റിയിട്ടുമൊക്കെ ഉള്ളവരെയും ഇല്ലാത്തവരെയും പറ്റിയിട്ടുമൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ അസ്യൂം ചെയ്യുകയാണ് ഇല്ലാത്തവൻ സന്തോഷവാനല്ല, ഉള്ളവൻ സന്തോഷവനാണെന്ന്. ഉള്ളവന് ഉള്ളത് കൊണ്ടുള്ള ബുദ്ധിമുട്ട്, ഇല്ലാത്തവന് ഇല്ലാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ട്. മക്കളുള്ളവരെ കുറിച്ച് ഇപ്പം നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ വീടുകളിൽ അറിയാം. മക്കളുള്ളവർക്ക് ഉണ്ടായതിനെ കൊണ്ടുള്ള ബുദ്ധിമുട്ട്, മക്കളില്ലാത്തവർക്കോ ഇല്ലാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ട്. 2 പേർക്കും ഫലമൊന്ന്. എന്താ? ബുദ്ധിമുട്ട്.